ഫ്രണ്ട്സ്, എക്സ്പെർട്ട് ഡ്രൈവിൻ്റെ അടുത്തൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യത്തെ വീഡിയോയ്ക്ക് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും വളരെയധികം നന്ദിയുണ്ട്. ഏകദേശം ഒരു 3K വ്യൂസോളം ആയിട്ടുണ്ട്. എല്ലാവർക്കും സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. അപ്പോൾ അടുത്തൊരു വീഡിയോയിലേക്കാണ് എല്ലാവരെയും ക്ഷണിക്കുന്നത്. അടുത്ത വീഡിയോ എന്ന് പറയുന്നത് പലപ്പോഴും പല ദിവസങ്ങളിൽ ചില സമയങ്ങളിൽ നമ്മുടെ വീടുകളിൽ നമ്മൾ രാവിലെ വണ്ടികളിൽ നോക്കുമ്പോഴേ ടയർ പഞ്ചറായി കിടക്കാൻ സാധ്യതയുണ്ട്. ടയറിൽ എയർ പോയി ടയർ പഞ്ചറായി കിടക്കുന്ന സാഹചര്യം നമുക്ക് പലപ്പോഴും വന്ന് ചിലപ്പോൾ ഒരാഴ്ച എടുക്കാതിരിക്കുകയോ 3-4 ദിവസം എടുക്കാതിരിക്കുകയൊക്കെ ചെയ്തിട്ട് നമ്മൾ നോക്കുമ്പോൾ ഇതുപോലൊരു അവസ്ഥ വന്ന് പെടാൻ സാധ്യതയുണ്ട്. അങ്ങനെ ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പെട്ടെന്ന് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെ നിന്ന് ഒന്നുകിൽ സ്റ്റെപ്പിന് മാറാം, പിന്നെ അതുപോലെ എയർ അടിക്കാൻ ഇപ്പോഴും ഒരുപാട് മാർഗ്ഗങ്ങളൊക്കെ ഉണ്ട്. ഈ വണ്ടിയിൽ തന്നെ കണക്ട് ചെയ്ത് എയർ അടിക്കുന്നത് ഇതൊക്കെ ഉണ്ട്. പക്ഷേ അതൊന്നുമില്ലാത്ത സാഹചര്യത്തിൽ നമുക്കെന്ത് ചെയ്യാൻ പറ്റും? അവരുടെയും വീടുകളിൽ ചെറിയ കുട്ടികൾക്ക് സൈക്കിളുണ്ടാകും. ആ സൈക്കിൾ ഇപ്പോൾ പുതിയ സൈക്കിളൊക്കെ മേടിക്കുമ്പോൾ സൈക്കിളിൻ്റെ കൂടെ തന്നെ ഫ്രീ കിട്ടുന്ന ഒന്നാണ് ഈ സൈക്കിൾ പമ്പ്. ഫ്രീ കിട്ടും എന്ന് ഞാൻ പറഞ്ഞതാണ്, ഫ്രീ കിട്ടിയില്ല എന്ന് പറഞ്ഞാൽ അതിനടി ഉണ്ടാക്കാൻ വന്ന കളയല്ലേ. അപ്പോൾ ഈ സൈക്കിൾ പമ്പ് കൊണ്ട് നമുക്ക് എങ്ങനെ ഈ വണ്ടിയിൽ എയർ അടിക്കാം, അതാണ് ഇന്നത്തെ വീഡിയോ. ഈ സൈക്കിൾ പമ്പിൽ ഇതിൽ 2 വാൾവുണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. 2 വാൾവുണ്ട്. ഇതിൽ ചെറിയൊരു വാൾവും കാണാം, അതുപോലെ വലിയൊരു വാൾവും കാണാം. ഈ വലിയ വാൾവിൽ കൂടെയാണ് വലിയ വാൾവാണ് ഈ വണ്ടികളിൽ നമ്മൾ കണക്ട് ചെയ്യേണ്ടത്. ഇപ്പം ഞാൻ കണക്ട് ചെയ്യാണ്. കണക്ട് ചെയ്ത് കഴിഞ്ഞ് ഇത് വെച്ച് എങ്ങനെയെന്നല്ല, ഇത് വെച്ച് എയർ അടിക്കാൻ പറ്റുമോ നിങ്ങൾക്കുള്ള സംശയമാണ്. എനിക്ക് ഉറപ്പാണ് ഇത് അടിക്കാം. കുറേ നാളായി ഗൈസ് കാറ്റടിച്ചിട്ട്. പണ്ട് സൈക്കിൾ ഉണ്ടായിരുന്ന സമയത്താണ് ഇതൊക്കെ ചെയ്തിട്ടുള്ളത്. ഇപ്പോഴാ ഇതിനും വേറെ മാർഗ്ഗമില്ലാത്തതുകൊണ്ടാണേ. നിങ്ങൾ കാണുന്നുണ്ടാവും ആദ്യം എങ്ങനെ കിടന്നു, ഇപ്പം എങ്ങനെ എന്നുള്ളത് നിങ്ങൾ കാണുന്നുണ്ടാവും. ഇതാ എയർ അടിച്ച് കയറുന്നുണ്ട്. ഏകദേശം എയർ ആയിട്ടുണ്ട് ഗൈസ്. ഇനി ഞാൻ ഈ ഉദ്യമത്തിൽ നിന്ന് പിന്മാറുകയാണ്. എനിക്ക് പകരം അഹമ്മദ് എയർ അടിച്ചോളും. ഇതാണ് അഹമ്മദ്. എൻ്റെ ഈ വീഡിയോയ്ക്കും ഈ ഫസ്റ്റ് വീഡിയോ ചെയ്തതിലും ഇതെല്ലാത്തിനും എന്നെ സപ്പോർട്ട് ചെയ്തതെന്ന് മാത്രമല്ല, എന്നെ കൊണ്ട് ചെയ്യിപ്പിച്ചതേ അഹമ്മദാണ്. ഇക്കയുടെ കഴിവുണ്ട്, നമുക്ക് നോക്കാം എന്നൊക്കെ പറഞ്ഞ് എനിക്കൊരു പിന്തുണ തന്ന് എന്നെ കൊണ്ട് ചെയ്യിപ്പിച്ചത് അഹമ്മദാണ്. കഴിവുണ്ടെന്നൊന്നും പറയുന്നില്ല. ഏകദേശം ഒരു 50% എയർ ആയി കഴിഞ്ഞ് നമുക്കിങ്ങനെ അത്യാവശ്യം നമുക്ക് ഓടി പമ്പിൽ പോകാം എന്നുള്ള ഒരു സാഹചര്യമായി നമ്മൾ നിർത്തുന്നില്ല. നമ്മൾ ഫുള്ളായിട്ട് എയർ അടിച്ച് നിറയ്ക്കാനുള്ള പരിപാടിയാണ്. ഈ സൈക്കിൾ പമ്പ് കൊണ്ടും നമ്മുടെ വണ്ടിക്ക് എയർ അടിക്കാം എന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. ഒരു 10 മിനിറ്റ് കൊണ്ട് അടിക്കാൻ പറ്റും. ഒരു 10 മിനിറ്റ് കൊണ്ട് തീർച്ചയായിട്ടും പറ്റും. 10 മിനിറ്റൊക്കെ കൊണ്ട് സുഖമായിട്ട് നമുക്ക് അടിച്ച് നിറയ്ക്കാൻ പറ്റും. ഈ വണ്ടിയല്ല, ഇപ്പോൾ തന്നെ ഞാൻ ചെയ്യുന്ന ഒരു അത്യാവശ്യം വലിയൊരു വണ്ടിയാണ്. ഏകദേശം 15 സീറ്റ്, 195, 615, ഏകദേശം 15 ഇഞ്ച് റിം ഉള്ളൊരു വണ്ടിയാണ്. അപ്പോൾ ചെറിയ കാറുകളിലൊക്കെ നിസ്സാരമായിട്ട് ചെയ്യാൻ പറ്റുന്നൊരു പരിപാടി. ഇപ്പോൾ ഉള്ള ഒരുവിധം വണ്ടികൾക്കെല്ലാം ട്യൂബ്ലെസ് ടയറായിരിക്കും. ട്യൂബ്ലെസ് ടയറിൻ്റെ കാര്യമാണേ പറയുന്നത്. ട്യൂബ് ടയറിലും ചെറിയ പഞ്ചറാന്നേലും നടക്കും. നമുക്കെടുത്ത് ഏകദേശം ഒരു പഞ്ചർ കടയോളം എത്തിക്കാനായിട്ട് നമുക്ക് പറ്റുന്ന എത്തും. സൂചി പഞ്ചറൊക്കെ ആണെങ്കിൽ നടക്കും. ഏകദേശം ഒരു 80% ആയിട്ടുണ്ട്. നമുക്ക് തീർച്ചയായിട്ടും നമുക്ക് ഏത് വണ്ടിയിലും, വലിയ ലോറിയിലാണെങ്കിൽ പോലും നമുക്കിത് ട്രൈ ചെയ്യാവുന്നതേ ഉള്ളൂ. പണ്ടൊക്കെ അടിച്ചിട്ടുള്ളതാണ് ഗേയ്സ്. ഇപ്പം അടിച്ചടിച്ച് പഠിക്കുകയാണ് ഗേയ്സ്. എന്തായാലും ഏകദേശം ഒരു 80%ഓളം, 80 ആയില്ലെങ്കിൽ 75ഓളം കയറി കഴിഞ്ഞ് ഈ ഒരു ഇതിൽ നമുക്ക് ഓടി ഏതെങ്കിലും പഞ്ചർ കടയിൽ എത്തിക്കാനുള്ള ഒരു ഇതായി കഴിഞ്ഞ് നമുക്ക് അത്യാവശ്യം വീടുകളിൽ വേറെ എക്യുപ്മെൻറ്റ്സൊക്കെ ഉണ്ടാവും. ടയർ, സ്റ്റെപ്പിനി മാറ്റം, ഇതെല്ലാം ഉണ്ടാവും. നമുക്ക് സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു പരിപാടിയാണ് ഞാൻ പറഞ്ഞത്. പൊങ്കാലയിടുന്നവർക്ക് പൊങ്കാലയിടാം. ഒരു ട്രിക്ക് അത്രയേ ഉള്ളൂ. ഇത് നമുക്കറിയാം, പലർക്കും അറിയാത്തവർ കാണും. അറിയാത്തവർക്ക് വേണ്ടിയാണ്, അറിയുന്നവർക്ക് വേണ്ടിയല്ല, അറിയാത്തവർക്ക് വേണ്ടി ഒരു ഉപകാരമാവട്ടെ. ആർക്കെങ്കിലും ഒക്കെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ
ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഗൈസ്, നമ്മൾ ഈ വണ്ടിയുമായിട്ട് പഞ്ചർ കടയിലേക്ക് പോവുകയാണ്. ഇവിടെ നിങ്ങൾക്കൊരു ടാസ്ക് കൂടെ ഞാൻ കാണിച്ചു തരാവേ. വണ്ടി കിടക്കുന്ന രീതി നിങ്ങൾ കണ്ടു കാണും. ഒരു മരം നിൽക്കുന്നത്, നമുക്കത് എങ്ങനെ സിമ്പിളായിട്ട് എടുക്കാം. ഞാൻ കുറച്ചുകൂടെ അടുപ്പിച്ച് തരാം. ഇപ്പോഴും നിങ്ങൾ കണ്ടു കാണും അതെങ്ങനെ സിമ്പിളായിട്ട് എടുക്കാം. ഫ്രണ്ട് ഗ്ലാസ് വരുന്നുണ്ട്. അങ്ങനെ നമ്മുടെ വണ്ടി തിരിച്ചിവിടെ എത്തിയിരിക്കുകയാണ് ഗൈസ്. യെസ്,